നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു മെഷീൻ എംബ്രോയിഡറിയാണ്, ഒരു ആപ്ലിക് വർക്ക്. ടീഷർട്ടിലും ബേബി ഡ്രസ്സിലും എല്ലാം ചെയ്യാൻ പറ്റുന്ന വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ആപ്ലിക് വർക്കാണിത്. ഇതാണ് നമ്മളുടെ ഡിസൈൻ. ഇതൊരു ടീഷർട്ടാണ്, ഒരു ബനിയൻ ക്ലോത്ത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർപ്പിക്കുന്നു. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടീഷർട്ടിൽ ട്രേസ് ചെയ്ത അതേ ഡിസൈൻ തന്നെ ഞാൻ വൈറ്റ് കളറിലുള്ള ഒരു ബനിയൻ ക്ലോത്തിൽ ട്രേസ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ബോർഡറിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് അത് കട്ട് ചെയ്തിരിക്കുന്നത്. വാല് മാത്രം വരച്ചിട്ടില്ല. ഇപ്പോൾ ടീഷർട്ട് ഞാൻ ഹൂപ്പിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഇതൊരു ബനിയൻ ക്ലോത്ത് ആണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ കനം കുറഞ്ഞ ഒരു തുണി ഞാൻ കൂടെ ചേർത്താണ് ഹൂപ്പിൽ ഉറപ്പിച്ചിരിക്കുന്നത്. ലൈനിങ് ആയിട്ടൊക്കെ നമ്മൾ വാങ്ങുന്ന തരം തുണിയാണിത്. ഇതിന് പകരം നമുക്ക് സ്റ്റെബിലൈസർ ഉപയോഗിക്കാം. ഞാനിവിടെ കനം കുറഞ്ഞൊരു തുണിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഹൂപ്പിൽ ഉറപ്പിക്കുമ്പോൾ തുണി വലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, ടൈറ്റായി നിൽക്കില്ല. ഇവിടെ ഇപ്പോൾ നന്നായി ടൈറ്റായിട്ട് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്യാം. ഡിസൈൻ്റെ മുകളിലൂടെ നമ്മളിങ്ങനെ വെട്ടിയെടുത്ത ഡിസൈൻ ഇങ്ങനെ വെച്ച് ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കണം. ഔട്ട്ലൈനിൻ്റെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ബോഡിയാണ് ഉറപ്പിക്കുന്നത് ആദ്യം. വാല് തയ്ച്ചെടുക്കാം. ആദ്യം റണ്ണിങ് സ്റ്റിച്ചിൽ ഇങ്ങനെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം സിക്സാഗ് സ്റ്റിച്ച് ഉപയോഗിച്ച് നമുക്ക് വാല് ഭംഗിയായിട്ട് തയ്ച്ചെടുക്കാം. സാറ്റിൻ സ്റ്റിച്ചിൽ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ഭംഗിയാക്കാം.
സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൂചി സിഗ്സാഗ് സ്റ്റിച്ച് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. സൂചി ബോർഡറിൻ്റെ അപ്പുറവും കട്ട് ചെയ്തതിന് അപ്പുറവുമായിട്ട് 2 വശങ്ങളിലായിട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ സിഗ്സാഗ് ക്രമീകരിച്ച് വേണം ചെയ്യാൻ. എന്നാലേ ചെയ്ത് കഴിയുമ്പോൾ ഭംഗിയായിരിക്കുള്ളൂ. നമ്മൾ കട്ട് ചെയ്ത ഭാഗങ്ങളൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ ചെയ്ത് ഭംഗിയായിട്ട് ഉറപ്പിക്കണം. കണ്ണുകൾ റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്യാം. പൂച്ചയുടെ മുഖം കുറച്ച് പഫി ആയിട്ടിരിക്കാൻ
ഷോർട്ട് ആൻഡ് ലോങ് സ്റ്റിച്ചിൽ അതിൻ്റെ മുഖം ഒന്ന് ഭംഗിയാക്കുകയാണ് ഞാൻ. ഇതുപോലെ നമുക്ക് ബോഡിയും ചെയ്യാം. ഞാൻ പക്ഷേ ഇവിടെ മുഖം മാത്രമേ ചെയ്യുന്നുള്ളൂ. കഴിഞ്ഞു. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. കണ്ടോ, ഈ തുണി നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇതാ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചേർത്ത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇത്രേ കട്ട് ചെയ്യുന്നുള്ളൂ. ഇത്രയും ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആപ്ലിക്ക് വർക്കുകൾ ചെയ്യാൻ വളരെ ഈസിയും ചെയ്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയുമുള്ള എംബ്രോയിഡറിയാണ്. നിങ്ങളിതൊന്ന് ശ്രമിച്ചു നോക്കണം എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർപ്പിക്കുന്നു. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് മറുപടി നൽകുന്നതാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കടന്നു വരാം. നന്ദി.